നമസ്കാരം. ഈ പുഴയും കടന്നതിൽ വിനീതിൻ്റെയും ഗംഗയുടെയും വിവാഹ ദിവസമാണ്. അങ്ങനെ ഗംഗയും ഗംഗയുടെ വീട്ടുകാരും എല്ലാം അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനീതിൻ്റെ അമ്മ അമ്പലത്തിലോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നേയില്ല. ഓരോരോ ന്യായങ്ങൾ പറഞ്ഞും പണ്ട് മകനെ വളർത്താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പറഞ്ഞും വിനീതിൻ്റെ അമ്മ വിനീതിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുവരെയായിരുന്നു ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ അമ്പലത്തിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ പയ്യനെ കാണാൻ പയ്യൻ വരാത്തത് കാരണം അവിടെ മൊത്തത്തിൽ ഒരു സംസാരം വന്നു തുടങ്ങി. പയ്യൻ വരുന്നില്ല, വിനീതിനെ കാണുന്നില്ല എന്തുകൊണ്ട് വിനീത് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സംസാരം നാച്ചുറലായിട്ട് അവിടെ വന്ന ആൾക്കാരെല്ലാവരും സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ശാരദയ്ക്ക് ആകെ ടെൻഷനാവാൻ തുടങ്ങി. ശാരദ കാരണം ഇത് 3ാമത്തെ വിവാഹമാണ്. അങ്ങനെ ശാരദ ദൈവത്തിൻ്റെ മുന്നിൽ പോയി കൈയും കൂപ്പി പ്രാർത്ഥിക്കും. ഭഗവാനെ, സുബ്രഹ്മണ്യ സ്വാമി, നീ എൻ്റെ മകളേനെ ഈ പ്രാവശ്യം കൈവിടരുത്. കാരണം ഇത്ര ചെറുപ്രായത്തിൽ തന്നെ 2 തവണ വിവാഹം മുടങ്ങുകയും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ മോള്. അതുകൊണ്ട് നീ അവിടെ നിന്ന് ഞങ്ങളെ കൈവിടരുത് എന്ന് പറഞ്ഞ് ശാരദ പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയം വിനീതിൻ്റെ വീട്ടിൽ വിനീതിൻ്റെ അമ്മ യാതൊരു വിധത്തിലും വിനീതിനെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അവസാനത്തെ അടവെന്നോളം വിനീതിൻ്റെ അമ്മ എന്തു ചെയ്യും? ഒരു കന്ന മണ്ണെണ്ണ എടുത്ത് കൊടുന്ന് സ്വന്തം ശരീരത്തിലൂടെ ഒഴിക്കും. എന്നിട്ട് പറയും, എന്നെ അനുസരിക്കാത്ത, എന്നെ നോക്കാത്ത എൻ്റെ മകനെ ഇനി എനിക്ക് വേണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഈ ശവശരീരത്തിൽ കൂടെ ചവിട്ടിയായിരിക്കും നീയും ഗംഗയും ഈ വീട്ടിലോട്ട് കയറേണ്ടത് എന്ന് പറഞ്ഞ് സുജാതയുടെ ആത്മഹത്യാ ഭീഷണിയും ദേഹത്തു കൂടെ മണ്ണെണ്ണ ഒഴിക്കുകയും ചെയ്യും. പക്ഷേ കുറേ തവണ വിനീത് പലതും പറഞ്ഞിട്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി സുജാത ഒരു കാര്യവും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ വിനീത് പറയും, ശരി, അമ്മ ആത്മഹത്യ ശ്രമം നടത്തിക്കോളൂ, പക്ഷേ ഇതേപോലെ തന്നെ മക്കളെ മനസ്സിലാക്കാത്ത അമ്മമാർക്കും വേറൊരു ശിക്ഷ കൂടിയുണ്ടെന്ന് പറഞ്ഞ് ആ മണ്ണെണ്ണ കുറച്ചെടുത്ത് അവനും തലയിൽ കൂടെ ഒഴിക്കും. ഈ വിനീത് തലയിൽ കൂടെ ഒഴിക്കാൻ നോക്കുമ്പോൾ ഗീത വന്ന് പിടിക്കുകയും ചെയ്യും. അങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ ഗീതയുടെ ദേഹത്തുകൂടെയും ഈ മണ്ണെണ്ണ ആവുന്നുണ്ട്. അതോടുകൂടി ആകെ ചിത്രം തന്നെ മാറും. കാരണം ഗീതയുടെ ദേഹത്തുകൂടി ആയപ്പോൾ സുജാത പറയും, എന്തിനാണ് മോളെ നിൻ്റെ ദേഹത്ത് മണ്ണെണ്ണ ആയത്? നിനക്കൊരു കുഞ്ഞുള്ളതല്ലേ എന്ന് പറയും. അപ്പോൾ ഗീത പറയും, അമ്മേ, എനിക്ക് അമ്മയില്ലാത്തൊരു ജീവിതം പറ്റില്ല, അമ്മയില്ലാതെ എനിക്ക് ഒരു ജീവിതമില്ല, അമ്മ മരിക്കുകയാണെച്ചെങ്കിൽ കൂടെ ഞാനും പോരും എന്ന് പറഞ്ഞ് ഗീത വിഷമിച്ച് കരയുകയാണ്. അത് കണ്ടോടുകൂടി വിനീത ആകെ തളർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കുടുംബവും കുഞ്ഞുമുള്ള ഗീത പോലും അമ്മ മരിക്കുകയാണെന്ന് പറയുമ്പോൾ അമ്മയുടെ കൂടെ മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വിനീത് നിൽക്കുന്നത്. വിനീത ആകെ മാനസികമായിട്ട് വളരെ തളർന്നു. അങ്ങനെ വളരെ വിഷമത്തോടെ കൂടി വരാന്തയിലൂടെ വിനീത് ഇങ്ങനെ നടക്കുമ്പോൾ വിനീതിൻ്റെ പെങ്ങൾ മെല്ലെ വന്ന് പിന്നിൽ നിന്ന് തള്ളി വിനീതിനെ ഒരു റൂമിലോട്ട് തള്ളിയിടും. എന്നിട്ട് റൂമിൻ്റെ വാതിൽ പുറത്തു നിന്ന് പൂട്ടും. അപ്പോഴാണ് വിനീതിന് മനസ്സിലാവുക, ഇത് ഇവർ 2 പേരും കൂടി പ്ലാൻ ചെയ്ത ഒരു ട്രാപ്പാണെന്ന്. യഥാർത്ഥ ഒരു ആത്മഹത്യാ ശ്രമമായിരുന്നില്ല ഇത്. എങ്ങനെയെങ്കിലും വിനീതിനെ പറഞ്ഞയക്കാതിരിക്കാനുള്ള ഒരു ആത്മഹത്യാ ശ്രമം ആയിരുന്നു, അതൊരു ട്രാപ്പായിരുന്നു എന്ന് അപ്പോഴാണ് അവന് മനസ്സിലാവുക. അങ്ങനെ ഇതേ സമയം തന്നെ വിനീതിനെ കാണാനില്ലാതെ സലീമിക്ക വരുന്നുണ്ട് ഇവരുടെ വീട്ടിലേക്ക്, വിനീതിൻ്റെ വീട്ടിലോട്ട്. പക്ഷെ സലീമിക്ക വിവാഹത്തെ കാര്യമൊന്നും അറിഞ്ഞതായിട്ട് നടിക്കുന്നില്ല. കാഷ്വലായിട്ട് ചോദിക്കും, എന്താ വിനീത് എവിടെ പോയി? അവനെ കാണുന്നില്ലല്ലോ, കട അടഞ്ഞാണല്ലോ കിടക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഗീത പറയും, ഇല്ല, വിനീത് ഇവിടുന്ന് പോയി സലീമിക്ക, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ഗീത വീടിൻ്റെ അകത്തോട്ട് കയറും. ഇതേ സമയം വിനീത് വീട്ടിനകത്തുനിന്ന് വിളിച്ചു പറയും, അമ്മയെ വാതിൽ തുറക്ക് എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് സലീമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ സലീമൊക്കെ അത് കേട്ടതായിട്ട് നടിച്ചില്ല. പകരം പുള്ളി വേഗം അമ്പലത്തിലുള്ളവരെ വിവരം അറിയിക്കും, ഇങ്ങനെ വിനീതിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവനെ തുറക്ക് എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് സഹായിക്കാം, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ല എന്ന് പറഞ്ഞ് അമ്പലത്തിലോട്ട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇത് അമ്പലത്തിൽ ഉള്ള എല്ലാവരും അറിയും.
എല്ലാവരും എന്ന് പറഞ്ഞാൽ കാവേരിയും നിവിനും ഒക്കെ അറിയും. അപ്പോൾ അവരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം എന്ന ധാരണയോട് കൂടിയിട്ട് ഇവർ അവിടെ നിന്ന് ശാരദയോട് മാത്രം വിവരം പറഞ്ഞിട്ട് ഇറങ്ങും. ഇതേ സമയം തന്നെ ജയബാലനും വരുന്നുണ്ട്. അപ്പോൾ ജയബാലനും അമ്പലത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിവാഹം നടത്താൻ പൂജ ചെയ്യേണ്ട പൂജാരി വന്നിട്ട് ശാരദയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വിവാഹത്തിൻ്റെ അവസ്ഥ, ഈ വിവാഹം നടക്കുമോ, നടക്കാനുള്ള സാഹചര്യമുണ്ടോ? നിങ്ങളെക്കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് വിവാഹവും വിവാഹ നിശ്ചയമൊക്കെ ഒരു തമാശയാണെന്നാണ്. ഇതിനു മുൻപും 2 തവണ നിങ്ങൾ വിവാഹ നിശ്ചയത്തിന് ആൾക്കാരെ കൂട്ടി എല്ലാവരെയും ആൾക്കാരെ മണ്ടന്മാരാക്കിയ ഒരു കഥയാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹം നടക്കുമോ എന്ന് ഈ പൂജാരി ചോദിക്കും. അതോടുകൂടി ശാരദ വളരെയധികം മാനസികമായിട്ട് തകരും. അങ്ങനെ നമ്മുടെ ജയബാലൻ അമ്പലത്തിലെത്തുന്നുണ്ട്. ജയബാലൻ അമ്പലത്തിലെത്തിയപ്പം ജയബാലൻ്റെ ഒരു സ്വഭാവമാണ് ആൾക്കാരെ കളിയാക്കുക എന്ന്. അപ്പോൾ വളരെ മനസ്സ് വിഷമിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ശാരദയുടെ മുന്നിൽ വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ജയബാലൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ അറിയാത്ത തെറ്റുകൾ ചെയ്യുന്നവരോടെല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ജയബാലൻ കളിയാക്കുകയാണ് ശാരദയെ. അങ്ങനെ എന്നിട്ട് പുള്ളി അവിടെ വന്നിരുന്ന ആൾക്കാരോടൊക്കെ അങ്ങനെ കുശലം പറയുന്നുണ്ട്, ഞാനാണ് അരവിന്ദേട്ടൻ്റെ മക്കളുടെ കല്യാണം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ തള്ളിമറിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഗംഗ വളരെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു കല്യാണവും ഇനി മുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ജയബാലൻ പിന്നെ എവിടെ എത്തിക്കഴിഞ്ഞാലും ജയബാലന് കുറച്ച് കുനിഷ്ഠബുദ്ധികൾ കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ പൂജാരിയെ മെല്ലെ വിളിച്ചിട്ട് പറയും, പൂജാരി, ഇന്ന് വിവാഹം കഴിക്കാൻ വരാനിരുന്ന ചെക്കന് ആക്സിഡൻറ്റ് പറ്റി, ചെക്കന് ആശുപത്രിയിലാണ്. അപ്പോൾ ഇനി വരാൻ യാതൊരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് പൂജാരി പൊക്കോളൂ. പിന്നെ എന്തായാലും വന്നതല്ലേ, പൂജ ചെയ്തില്ലെങ്കിലും പൈസ ഇതാന്ന് പറഞ്ഞിട്ട് ഒരു 500 രൂപയുടെ അടുത്ത് പൂജാരിക്ക് കൊടുക്കും. അപ്പോൾ പൂജാരി പറയും, വേണ്ട, ഞാൻ കർമ്മം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് പൈസ, അതല്ല, എന്നാലും പൂജാരി വെച്ചോളൂ എന്ന് പറഞ്ഞ് മെല്ലെ പൂജാരീനെ പറഞ്ഞയക്കും. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അരവിന്ദൻ്റെ അമ്മ ജയബാലൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അരവിന്ദൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ജയബാലനെ വിശ്വാസമാണ്. അപ്പോൾ ജയബാലനോട് പറയാണ്, എന്താ ജയബാല, ഈ വിവാഹം നടക്കുമോ എന്ന് തോന്നുന്നില്ല, എല്ലാവരും പറയുന്നുണ്ട് ഈ വിവാഹം നടക്കുമോ നടക്കില്ലേ, എന്തൊക്കെയോ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പാവം അത് വളരെ ദുഃഖത്തോടു കൂടി ജയബാലനോട് പറയും. അപ്പോൾ ജയബാലൻ പറയും, ഓ അങ്ങനെയാണോ, അങ്ങനെ ഒരു സംസാരം ഉണ്ടെങ്കിൽ നമുക്കത് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ശാരദയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് ശാരദയോട് ചോദിക്കും, എന്താണ് ശാരദ ഇവിടെ നടക്കുന്നത്, നിങ്ങളുടെ മകളുടെ 3ാമത്തെ വിവാഹശ്രമമാണിത്, 2 വിവാഹ നിശ്ചയം മുടങ്ങി, ഇത് 3ാമത്തെ വിവാഹമാണ്, ഇതും നടക്കുന്നില്ലേ, നിങ്ങളെല്ലാവരും വിളിച്ചതനുസരിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വിവാഹം കൂടാൻ സന്തോഷത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, എന്നിട്ട് ഞങ്ങളെ മണ്ടന്മാരാക്കുകയാണോ നിങ്ങൾ വീണ്ടും എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശവത്തിൽ കുത്തുന്ന പരിപാടി അത് തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയും, ഇനി ഈ കല്യാണം കൂടി നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇനിയും ഉള്ള 3 മക്കളും അവരുടെ കല്യാണവും ഈ ജന്മത്ത് നടക്കില്ലെന്ന്. അതും കൂടി കേട്ടോടുകൂടി ശാരദ വളരെയേറെ തളരും. ശാരദയ്ക്ക് സഹിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലൂടെ അല്ല ഇപ്പോൾ ശാരദയും കുടുംബവും കടന്നു പോകുന്നത്. വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന ഗംഗയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇത്രയാണ് ഇന്നത്തെ ദിവസത്തെ കഥ. കൂടുതൽ കഥാവിശേഷങ്ങളും പ്രമോ ഡീറ്റെയിൽസും റിവ്യൂസും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.